The sixth module of structural analysis 2 deals with a different type of analysis of structures called plastic analysis of structures. So let's see how this method is different from the analysis methods that we have learned so far. So far we have seen the analysis of structures by elastic theory, in which the stress-strain relation is assumed to be linear. നമ്മൾ ഇതുവരെ പഠിച്ച അനാലിസിസ് മെത്തേഡ്സ് ഒക്കെ ഇലാസ്റ്റിക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ലീനിയർ ആണ് എന്നുള്ളതായിരുന്നു. The design based on this theory assumes that the structure fails if the stress at any point reaches the yield stress. So ഇലാസ്റ്റിക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ മെത്തേഡിലും നമ്മൾ പറയുന്നത് സ്ട്രക്ചർ എപ്പോഴാണ് ഫെയിൽ ആവുക, ആ നമ്മുടെ മെറ്റീരിയലിലുള്ള സ്ട്രെസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ yield സ്ട്രെസ്സിന് ഈക്വൽ ആവുമ്പോഴാണ് മെറ്റീരിയൽ ഫെയിൽ ആവുന്നത്, നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആവുന്നത്. But the elastic theory underestimates the load carrying capacity of the structure. For indeterminate structures, this underestimation is higher. Which means elastic theory നമ്മൾ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീനെ മുഴുവനായിട്ടും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഡിസൈനിന് വേണ്ടി. അവിടെ നമ്മൾ സ്ട്രക്ചറിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഈ അണ്ടർ എസ്റ്റിമേഷൻ കൂടുതലാണ്. അതായത് നല്ല ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും നമ്മൾ ഡിസൈനിൽ അത് യൂസ് ചെയ്യുന്നില്ല. ഹെൻസ് എ ന്യൂ തിയറി കോൾഡ് പ്ലാസ്റ്റിക് തിയറി ഹാസ് ബീൻ ഡെവലപ്ഡ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് തിയറി ഡെവലപ്പ് ചെയ്തത്. സോ പ്ലാസ്റ്റിക് തിയറിയിൽ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് നോക്കാം. This theory gives the correct idea about the load carrying capacity of the structure. It is based on the concept that a structure will carry load till the plastic hinges are formed at sufficient points to cause collapse of the structure. പ്ലാസ്റ്റിക് തിയറിയിൽ നമ്മൾ പറയുന്നത് എപ്പോഴാണ് ഒരു സ്ട്രക്ചർ ഫെയിൽ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ഒന്നിലധികം പോയിന്റ്സിൽ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആവുമ്പോഴാണ് നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആവുന്നത് എന്നാണ് പ്ലാസ്റ്റിക് തിയറി പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്ലാസ്റ്റിക് ഹിഞ്ച്? സോ വാട്ട് ഈസ് പ്ലാസ്റ്റിക് ഹിഞ്ച്? ഇറ്റ് ഈസ് എ സെക്ഷൻ അറ്റ് വിച്ച് ഓൾ ദ ഫൈബേഴ്സ് ഹാവ് yielded and hence for any further load rotation takes place at the section without resisting any additional moment. നമ്മൾ ഒരു സ്ട്രക്ചറിൽ ഗ്രാജുവലി ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റേജിൽ ഒരു സെക്ഷനിലുള്ള എല്ലാ ഫൈബേഴ്സും yieldആയി വീണ്ടും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു സെക്ഷൻ ഒരു ഹിഞ്ച് പോലെ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് റൊട്ടേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ സെക്ഷൻ വിത്തൗട്ട് റെസിസ്റ്റിംഗ് എനി അഡീഷണൽ മൊമെൻറ്റ്. ആ ഒരു സെക്ഷനിൽ അഡീഷണൽ മൊമെൻ്റ് ഒന്നും റെസിസ്റ്റ് ചെയ്യാണ്ട് തന്നെ അവിടെ റൊട്ടേഷൻ സംഭവിക്കും. അതാണ് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സെക്ഷനിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ പല സെക്ഷനിലായിട്ട് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആയി കഴിഞ്ഞാലാണ്, ഒന്നിലധികം പ്ലാസ്റ്റിക് ഹിഞ്ചസ് സഫിഷ്യൻറ്റ് പോയിന്റ്സിൽ ഫോം ആയി കഴിഞ്ഞാലാണ് സ്ട്രക്ചർ ഫെയിൽ ആവുന്നത് അക്കോർഡിംഗ് ടു ദ പ്ലാസ്റ്റിക് തിയറി. സോ plastic hinges is a section at which all the fibers have yielded and hence for any further load rotation takes place at the section without resisting any additional moment. Our section itself will act like a hinge without resisting any additional moment. അതാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ടേം നമുക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. So plastic moment capacity of a section may be defined as a moment which makes all the fibers at that section yield and thereby form a plastic hinge. നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ ഫൈബേഴ്സും yieldആയി വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ സംഭവിക്കുന്നു വിത്തൗട്ട് റെസിസ്റ്റിംഗ് ദ മൊമെൻറ്റ്. അപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a moment which makes all the fibers at that section yield. ഒരു സെക്ഷനിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവാൻ കാരണമായിട്ടുള്ള മൊമെൻ്റ് ആണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സെക്ഷനിലെ എല്ലാ ഫൈബേഴ്സും yield ആവാൻ കാരണമായിട്ടുള്ള മൊമെൻ്റ് ആണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി.
So let's see the assumptions made in the plastic theory. The following assumptions are made in plastic theory. The stress-strain relationship is idealized to two straight lines as shown in figure. Let's see the figure. So this is the idealized stress-strain curve. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയാണ് വേരി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് എത്തുന്നത് വരെ നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആണ്. അതിനുശേഷമുള്ള സ്റ്റേജിൽ നമ്മുടെ സ്ട്രെസ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ് ഉള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അസംപ്ഷൻ. സ്ട്രെയിൻ ഹാർഡനിങ് എഫക്റ്റ് ഇസ് നെഗ്ലെക്റ്റഡ്. സ്ട്രെയിൻ ഹാർഡനിങ് എഫക്റ്റ് നമ്മൾ ഇലാസ്റ്റിക് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. So the next assumption is plane section before bending remains plane even after bending. That is shear deformation is neglected. So the same thing we assume in the flexure theory. Before bending and after bending the section remains the same. So the next assumption is the relationship between compressive stress and compressive strain is the same as between tensile stress and tensile strain. നമ്മുടെ സ്ട്രക്ചർ കംപ്രഷനിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും ബിഹേവിയർ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ സെയിം ആണ്. സോ ദ ഫോർത്ത് അസംപ്ഷൻ, whenever a fully plastic moment is attained at any cross section, a plastic hinge forms which can undergo rotation of any magnitude, but the bending moment remains constant at the fully plastic value. ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മൊമെൻറ്റ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെക്ഷൻ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് മൊമെൻറ്റ് അറ്റൈൻ ചെയ്തു, അവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആയി കഴിഞ്ഞാലും റൊട്ടേഷൻ എത്ര വലിയ റൊട്ടേഷൻ അവിടെ ഉണ്ടായാലും അവിടെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഫോർത്ത് അസംപ്ഷൻ. Then the fifth assumption is effect of axial load and shear on fully plastic moment capacity of the section is neglected. നമ്മൾ axial and shear deformations ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. And the sixth assumption is the deflections in the structure are small enough for the equations of statical equilibrium to be same as those for the undeformed structure. നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആവുന്നതും റൊട്ടേഷൻ സംഭവിക്കുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക്കൽ ഇക്വിലിബ്രിയത്തിന് മാറ്റമൊന്നുമില്ല. അതായത് സ്റ്റാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഡിഫോംഡ് സ്ട്രക്ചറിനും അൺഡിഫോംഡ് സ്ട്രക്ചറിനും സെയിം ആണ് എന്നുള്ളതാണ് ലാസ്റ്റ് അസംപ്ഷൻ. So this is about the plastic theory on which the plastic